പാനൂർ പാലത്തായിൽ 10 വയസ്സുകാരെ പീഡിപ്പിച്ച കേസിൽ പ്രാദേശിക ബി.ജെ.പി. നേതാവും സ്കൂൾ അധ്യാപകനുമായ കെ പത്മരാജന് ജീവപര്യന്തം ശിക്ഷ. 2 ലക്ഷം രൂപ പിഴയായും ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 376A, 376B വകുപ്പുകൾ പ്രകാരം മരണം വരെ ജീവപര്യന്തം എന്നാണ് കോടതിയുടെ വിധി. പോക്സോ ആക്ട് പ്രകാരം ആദ്യ 20 വർഷം കഠിന തടവും ഇതിനുശേഷം ജീവപര്യന്തം ശിക്ഷയും അനുഭവിക്കണമെന്നും കോടതി വിധിച്ചു. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ഒന്നിൽ കൂടുതൽ തവണ പീഡിപ്പിച്ചതിന് പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും ബലാത്സംഗം ചെയ്തതിന് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ PM ഭാസുരി ഹാജരായി. കുഞ്ഞിനെ സംബന്ധിച്ചിട്ട് കൃത്യമായ നല്ല ഒരു പണിഷ്മെന്റ് ആണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടും ലൈഫ് ഇംപ്രിസൺമെന്റ് ടിൽ ഡെത്ത് എന്നുള്ളത് തന്നെയാണ് പ്രതിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു പണിഷ്മെന്റ് ആയിട്ട് ഇതിലുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. ഇതിലെ IPC ഇന്ത്യൻ പീനൽ കോഡ് നിയമപ്രകാരം അദ്ദേഹത്തിന് മരണം വരെ ജീവപര്യന്തം എന്ന രീതിയിൽ ശിക്ഷ കിട്ടിയിരിക്കുകയാണ്. അത് 376AB വകുപ്പ് പ്രകാരം മരണം വരെ ജീവപര്യന്തം, അതുപോലെ തന്നെ 1 ലക്ഷം രൂപ പിഴയടക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പിഴയടച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും 1 വർഷം വരെ കൂടുതൽ തടവുണ്ടാവും. അതിന് പുറമെ നമ്മളെ പോക്സോ ആക്ട് പ്രകാരം 2 കേസുകളിൽ 2 വകുപ്പുകളിലായിട്ട് 20 വർഷം വീതം ശിക്ഷയും 50,000 രൂപ പിഴയടക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മൊത്തം 2 ലക്ഷം രൂപയാണ് പിഴയടക്കാൻ കോടതി ഉത്തരവായിട്ടുള്ളത്. അതിനു പുറമെ ജീവപര്യന്തമാണ്. അത് വേറെ ഇളവുകളൊന്നും അതിലില്ല, ജീവപര്യന്തം തന്നെയാണ് പറഞ്ഞത്. അത് ആദ്യം പോക്സോ ആക്ട് പ്രകാരമുള്ള 20 വർഷം വീതം, അത് 2 ഒന്നിച്ചനുഭവിച്ചാൽ മതി. ആ 20 വർഷം കഴിഞ്ഞിട്ട് ശേഷമാണ് ജീവപര്യന്തം വരെ എന്നുള്ള ശിക്ഷ കഴിയുന്നത്. കേസിൽ അപ്പീൽ നൽകുമെന്ന പ്രതിഭാഗം. കൃത്യമായി നമുക്ക് ഈ കേസിൽ ഗ്രൗണ്ട്സ് ഉണ്ട്. കാരണം ഇത് അന്തിമ വിധിയല്ലല്ലോ. കാരണം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിക്കും. അവിടെ കൃത്യമായി എല്ലാ രേഖകളും, വിചാരണ കോടതി മുമ്പാകെ എല്ലാ രേഖകളും നമ്മൾ നിരത്തിവെച്ച് അവിടെ ഹൈക്കോടതിയെ സമീപിക്കുന്നതായിരിക്കും. കാരണം 1.5 വർഷം വിചാരണ നീണ്ടു പോക്കിയത് കാരണം ഈ കുട്ടിയുടെ മൊഴിയെടുത്തതും മറ്റ് സാക്ഷികളുടെ മൊഴിയെടുത്തതുമായ ജഡ്ജസ് ഈ കേസിൽ വിധി പറയരുത് എന്നുള്ള പ്രത്യേക താല്പര്യം പ്രോസിക്യൂഷൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലതവണ സാക്ഷികളെ കൊണ്ടുവരാതെ മടക്കിയിരുന്നു. അവസാനം ഒടുവിൽ വാദം കേട്ട് ജഡ്ജ്മെന്റിന് വെച്ച സമയത്ത് ആ ജഡ്ജിന് ഫാമിലി കോടതിയിലേക്ക് മാറുകയും പുതിയ ജഡ്ജിന് മുമ്പാകെ ഈ കേസ് വിധി പറയുകയാണ് ഉണ്ടായത്. 2020 ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് കേസിന് ആസ്പദമായ സംഭവം. 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിലെ ശുചിമുറിയിൽ വെച്ച് 3 തവണ പീഡിപ്പിച്ചു എന്നാണ് കേസ്. പീഡന വിവരം കുട്ടി മാതൃ സഹോദരിയോട് പറഞ്ഞതിനെ തുടർന്ന് ചൈൽഡ് ലൈനിലും പാനൂർ പോലീസിലും കുട്ടിയുടെ അമ്മ പരാതി നൽകി. സംഭവം നടന്ന് 2 മാസത്തിന് ശേഷമാണ് പരാതി നൽകിയത്. തുടർന്ന് പോക്സോ ചുമത്തി കേസെടുത്തു. ഏപ്രിൽ 15-ന് പ്രതിയെ അറസ്റ്റ് ചെയ്തു. ക്രൈംബ്രാഞ്ച് അടക്കം 4 സംഘങ്ങൾ മാറി മാറി അന്വേഷിച്ച കേസിൽ തീരമേഖല ADGP EJ ജയരാജൻ, അസിസ്റ്റന്റ് കമ്മീഷണർ TK രത്നകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം 2021 മെയ്യിൽ അന്തിമ കുറ്റപത്രം സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് IG ആയിരുന്ന S. ശ്രീജിത്ത് ഫോൺ സംഭാഷണത്തിൽ പ്രതിയെ അനുകൂലിച്ച് സംസാരിച്ചതായുള്ള വെളിപ്പെടുത്തൽ വലിയ വിവാദമായിരുന്നു. പെൺകുട്ടിയുടെ അമ്മ ഹൈക്കോടതി സമീപിച്ചതോടുകൂടിയാണ് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയത്. News 18 കണ്ണൂർ.